ഓയിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാതെ കിടിലൻ ഏത്തയ്ക്ക ഉപ്പേരി കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ 2 കിലോ ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊളിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു തിക്നെസ്സിന് അരിഞ്ഞെടുക്കുക. ഞാൻ കൈകൊണ്ടാണ് ഇപ്പോൾ അരിയുന്നത്. മെഷീനിൽ നിങ്ങൾക്ക് വേണേൽ ഡയറക്റ്റ് കട്ട് ചെയ്തിടാം. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു കഷ്ണം പുളി ഇടുക. പുളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവത്തില്ല. ഈ പുളി നമ്മൾ വറുക്കുന്നവരെ ലാസ്റ്റ് വരെ ഇടുക. അതിന് ശേഷം എന്താണ്ട് നമ്മുടെ ഏത്തയ്ക്ക ഓരോന്ന് വീതം ഇടുക. ഡയറക്റ്റ് എണ്ണയിൽ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെറക്കിയിടേണ്ട ആവശ്യം വരത്തില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർക്കാം. ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ചേർക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിൽ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഓയിലിനകത്ത് ഉപ്പിൻ്റെ അംശം കാണും. അപ്പോൾ ഇത് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഉടയ്ക്കരുത്, എന്നാൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിൻ്റെ നൊരയെല്ലാം അടങ്ങി ഈ ഒരു രീതിയാകുമ്പോൾ നമ്മുടെ ഉപ്പേരി കോരിയെടുക്കാമേ. നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്